السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على رسولك وحبيبك سيدنا ومولانا محمد. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ കീർത്തി നാം ഉയർത്തിയില്ലയോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നബിയോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നബിയുടെ കീർത്തി ഉയർത്തപ്പെട്ടത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേരും പ്രശസ്തിയും കീർത്തിയുമുള്ള മഹാമനുഷ്യയാണ്. 15 നൂറ്റാണ്ടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ, പ്രകീർത്തനങ്ങൾ ലോകത്തിന്റെ എല്ലാ ദിക്കിലും മൂലയിലും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പവിത്രമായ മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം. ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവും ചരിത്രത്തിലില്ല എന്നുള്ളൊരു വസ്തുതയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട നാമങ്ങളെ കുറിച്ചാണ് നാം ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഈ നാമത്തിലൂടെയാണ്, ഈ പേരിലൂടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ മഹത്വത്തിന്റെ ഒരു അടയാളമാണ് ആ വ്യക്തിയുടെ നാമങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ബുഖാരി ഒരു ഹദീസ് കാണാം. അൻ മുആവിയ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരു വ്യക്തിയിൽ അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ചാൽ ആ വ്യക്തിയെ അല്ലാഹു മതബോധമുള്ള മതപണ്ഡിതനാക്കി മാറ്റും. ദീനിൽ കൃത്യമായി വിവരം, വിചാരം, ചിന്ത ഒക്കെ ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു, അല്ലാഹു അയാളെ ഖൈറിലാക്കി എന്ന് സങ്കല്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലാഹുൽ മുഅ്തി, ഈ നന്മകൾ മുഴുവൻ കൊടുക്കുന്നതും അല്ലാഹുവാണ്. എല്ലാ നന്മയും മനുഷ്യന് കൊടുക്കുന്നത് അല്ലാഹുവാണ്. വഅനൽ ഖാസിം, ആ നന്മകൾ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നവൻ, വീതിച്ചു വെക്കുന്നവൻ അത് ഞാനാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നന്മകൾ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരാൾ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഇന്നത്തെ നന്മ, ഈ ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന നന്മകൾ, ആ നന്മകൾ മുഴുവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭാവനയാണ്. അതാണ് അല്ലാഹു നൽകുന്നവനും ഞാൻ അതിന്റെ വിതരണക്കാരനുമാണെന്ന് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, വൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ അന അംശി ഫീ തുരീഖിൽ മദീന. ഹുദൈഫ പറയാണ്, മദീന തെരുവിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഫസമിഅതു, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കേട്ടു, യഖൂൽ അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. വഅന അഹ്മദ്, ഞാൻ അഹ്മദുമാണ്. വനബിയുർ റഹ്മ, ഞാൻ അനുഗ്രഹത്തിന്റെ നബിയാണ്. വനബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്, പശ്ചാത്താപത്തിന്റെ നബിയാണ്. വൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. വൽ മുഖഫി, ഞാൻ മുഖഫിയാണ്. വനബിയുൽ മലാഹമ, പോരാട്ടത്തിന്റെ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. നബി തങ്ങളുടെ നാമങ്ങളായി ഈ നാമങ്ങൾ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇവിടെ അഹ്മദ്, മുഹമ്മദ് എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് ഹാഷിറൊക്കെ പറഞ്ഞു. ഇനി മുഖഫി എന്ന് പറഞ്ഞാൽ എന്താ? മുഖഫി എന്ന് പറഞ്ഞാൽ അവസാനം നിയോഗിക്കപ്പെട്ട ആള്
അവസാനം നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്നാണ്. ഇനി നബിയു തൗബ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരുണ്ട്. എന്താണ് നബിയു തൗബ? അഥവാ പാശ്ചാത്താപത്തിന്റെ നബി. അതെന്താ അങ്ങനെ പറഞ്ഞത്? തൗബ എന്നാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള പാപമോചനം അല്ലാഹുവോട് ചോദിക്കുന്ന പ്രക്രിയക്കാണ് തൗബ എന്ന് പറയുന്നത്. അവിടെ എല്ലാ നബിമാരും തങ്ങളുടെ സമൂഹത്തെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കാൻ ഓരോ നബിമാരും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്പം ചില ആളുകൾ മാത്രമാണ് അതിന് കൂട്ടാക്കിയത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബ ചെയ്യാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യുന്ന സമുദായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമുദായം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പാശ്ചാത്താപത്തിന്റെ നബി എന്ന് പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ആണ് ഏറ്റവും കൂടുതൽ പാശ്ചാത്തപിക്കുന്ന തൗബ ചെയ്യുന്ന സമുദായം. അതാണ് അങ്ങനെ പേര് വെക്കാനുള്ള ഒരു കാരണം. മറ്റൊന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ തൗബ കാരണമായി അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതൊരു പ്രത്യേകതയാണ്. അപ്പോ മറ്റ് സമുദായങ്ങളുടെ തൗബ കാരണമായി അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കും. പക്ഷേ അവരുടെ തൗബ ശിക്ഷയിലൂടെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയില്ല. എന്ത് തെറ്റ് ചെയ്താലും പടച്ചവനോട് തൗബ ചെയ്താൽ തൗബ പടച്ചവൻ ശ്രമിക്കും. പക്ഷേ മുൻ സമുദായത്തിന്റെ ആളുകള് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. ആ ശിക്ഷ തന്നെയാണ് അവരുടെ തൗബ. ഇതാണ് സൂറത്തുൽ ബഖറയിലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. വഇദ് ഖാല മൂസാ ലിഖൗമി യാ ഖൗമി ഇന്നകും ലലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ. ഈ പശുക്കുട്ടിയെ നിങ്ങൾ ആരാധിച്ചതിന്റെ ഫലമായി അത് വലിയൊരു തെറ്റാണ്, ശിർക്കാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഫതുബൂ ഇലാ ബാരിഇകും, നിങ്ങൾ പടച്ച റബ്ബിനോട് തൗബ ചെയ്യണം. എന്താ തൗബ? കൈ ഉയർത്തി പടച്ചവനോട് ചോദിക്കലല്ല അവരുടെ തൗബ. നമ്മളെപ്പോലെ വാക്കുകൾ കൊണ്ടുള്ള തൗബയല്ല. ഫഖ്തുലൂ അൻഫുസകും, ആരാണോ ശിർക്ക് ചെയ്തത് അവരെ വധിച്ചു കളയുക എന്നുള്ളതാണ് തൗബ. ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും, അതാണ് നിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന നന്മയിൽ നിറഞ്ഞ അല്ലാഹുവിന്റെ കൽപ്പന. ഫതാബ അലൈക്കും, അങ്ങനെയാണ് നിങ്ങളുടെ തൗബ സ്വീകരിക്കുന്നത്. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, നിശ്ചയം അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. അപ്പോൾ ആ സമുദായത്തിന്റെ തൗബ എങ്ങനെയാണ്? സഡൻലി ആക്ഷൻ എടുത്തിട്ടുള്ള തൗബയാണ്. പക്ഷെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം സഡൻലി ആക്ഷൻ എടുത്തിട്ടുള്ള തൗബയല്ല, അല്ലാഹുവോട് പാശ്ചാത്തപിച്ചിട്ടുള്ള തൗബയാണ്. ചില കുറ്റകൃത്യങ്ങൾക്കൊഴികെ ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നു, അത് മറ്റൊരുത്തന്റെ സമ്മതമില്ലാതെ തൗബ ആവില്ല. മറ്റൊരുത്തന്റെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് തൗബ ചെയ്ത് മടങ്ങാം. മറ്റൊരുത്തന്റെ സമ്മതമില്ലെങ്കിൽ, അതാണ് ഒരാൾ വേറൊരാളെ വധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരാവകാശികൾ സമ്മതിക്കണം, എന്നാൽ തൗബയാണ്. അല്ലെങ്കിലോ അവനെ ആക്ഷൻ എടുക്കാനല്ല തൗബ. അപ്പൊ ക്രിമിനൽ കുറ്റങ്ങളിൽ ഒഴിച്ച് സിവിൽ പരമായ കുറ്റങ്ങളിൽ പാശ്ചാത്താപം കൊണ്ട് തൗബയാകും. പക്ഷേ മുൻ സമുദായത്തിന് എന്ത് കുറ്റമാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും സഡൻലി ആക്ഷൻ എടുത്തതിന്റെ ശേഷമാണ് അവർക്കുള്ള തൗബ. അതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം നബിയു തൗബ എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെയാണ് അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, ഒരാൾ പാശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടതുമായ കാര്യം അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.